പ്രൈസ് ലോർഡ്. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കാരുണ്യവും നിങ്ങളെല്ലാവരുടെയും മേൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ചാണ്. തെറ്റ് ചെയ്യുന്നവർക്കാണ് കരുണ ആവശ്യമായത്, നീതിമാന് കരുണയുടെ ആവശ്യമില്ല. നാം എല്ലാവരും പാപം ചെയ്തവരാണ്. ഇന്ന് ചിലർ പാപം ചെയ്യാൻ വിഭാവന ചെയ്തിട്ടുള്ളവരാണ്. നാം എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയവരാണ്. തെറ്റ് ചെയ്യുന്നത് പാപമാണ്, ശരിയായ കാര്യം ചെയ്യാത്തതും പാപമാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ പിതാവേ, ആബാ പിതാവേ, ഞങ്ങളുടെ സ്വന്തം പിതാവേ എന്ന് ദൈവത്തെ സംബോധന ചെയ്യാൻ കർത്താവായ യേശു ക്രിസ്തു ആണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ദൈവം കരുണയുടെ മൂർത്തിമത് ഭാവമാണ്. നാം എത്രയധികം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയാലും നമ്മുടെ ഉള്ളിലെ അഹങ്കാരം, അഹന്ത നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റി നിർത്തുന്നുണ്ടാവാം. നീ പാപിയാണ്, അതിനാൽ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ യോഗ്യനല്ല അല്ലെങ്കിൽ യോഗ്യയല്ല എന്ന് നമ്മുടെ ഉള്ളിൽ പിശാചിൻ്റെ തന്ത്രങ്ങളായ അഹന്ത, അഹങ്കാരം നമ്മുടെ ഉള്ളിൽ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ടാകാം. നീ പാപിയായതുകൊണ്ട് ദൈവസന്നിധിയിൽ വരുവാൻ നിനക്ക് യോഗ്യതയില്ല, അതിനാൽ ദൈവത്തിൽ നിന്നും നീ അകന്നു പോകുന്നതാണ് നല്ലത് എന്ന് ഒരുപക്ഷെ പിശാച് നമ്മുടെ ഹൃദയത്തിൽ അടിക്കടി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം. ഇത് തെറ്റാണ്. പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തിൽ നിന്നും എത്രമാത്രം അകന്നു പോയാലും ഈ പാപിയെ തേടിയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക്, നമ്മുടെ അരികിലേക്ക് പാപിയെ തേടി വന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നാം ഓർക്കണം. പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ, ഏകജാതനായ യേശു ക്രിസ്തുവിനെ പാപികളെ തേടി ഈ ഭൂവിലേക്ക് അയച്ചു. ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ വീണ്ടും തിരികെ യേശു ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് ചെയ്യുവാൻ നമുക്ക് ആന്തരിക ധൈര്യം അവിടുന്ന് തന്നെ നൽകി. അതുകൊണ്ടാണ് പിതാവായ ദൈവമേ എന്ന് വിളിക്കുവാൻ, സ്വർഗത്തിലെ ദൈവത്തെ പിതാവേ, സ്വന്തം പിതാവേ എന്ന് സംബോധന ചെയ്യുവാൻ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചു തന്നത്. ഇത് ദൈവത്തിൻ്റെ കരുണയാണ്. ഇന്ന് പാപത്തിന് അടിമപ്പെട്ടു പോയ നാം ഓരോരുത്തരെയും കർത്താവായ യേശു ക്രിസ്തു വിളിക്കുന്നു. പാപം ഒരുവനെ സകല നന്മകളിൽ നിന്നും അകറ്റി നിർത്തുന്നു. വചനം പറയുന്നു, the thief comes to steal and to kill and to destroy, but I came to give you life and life in fullness. സാത്താൻ വരുന്നത്, കള്ളൻ വരുന്നത് നശിപ്പിക്കാനും കൊല്ലാനും മോഷ്ടിക്കാനുമാണ്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. യേശു ക്രിസ്തു ഇന്ന് നമ്മെ തേടി വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സമൃദ്ധി നമ്മിലേക്ക് നിറയ്ക്കുവാനാണ്. നാം എത്രയധികം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയുവോ അത്രയും അധികമായി, അത്രയും കൂടുതൽ, അതിലും കൂടുതൽ ദൈവത്തിൻ്റെ കരുണയിലേക്ക് നാം തിരികെ വരണം. ഇന്ന് നാം വായിക്കുന്ന തിരുവചനം, ഈ സുവിശേഷം നമ്മെ അറിയിക്കുന്നു. പാപത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട് എങ്കിലും പാപത്തിൻ്റെ പരിഹാരം എങ്ങനെയെന്ന് അറിവില്ല എങ്കിൽ അതൊരു സുവിശേഷമാകുന്നില്ല. എന്നാൽ പാപത്തെക്കുറിച്ച് ബോധ്യമുള്ളതുപോലെ തന്നെ പാപത്തിൻ്റെ പരിഹാരത്തെക്കുറിച്ചും
കൂടുതൽ ബോധ്യമുള്ളവരായാൽ അത് ഒരു സുവിശേഷമാണ്. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ തിരുവചനം ഇന്ന് നിങ്ങൾക്കൊരു സുവിശേഷമായിരിക്കും. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. Therefore, let us confidently approach the throne of God to receive mercy and find grace whenever we need help. ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ, കരുണയുടെ സിംഹാസനത്തിലേക്ക് നമുക്കെപ്പോഴൊക്കെ ആവശ്യമുണ്ടോ, നമുക്കെപ്പോഴൊക്കെ സഹായം ആവശ്യമായി തോന്നുന്നോ, ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ, കരുണയുടെ സിംഹാസനത്തിലേക്ക് തിരികെ വരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഇന്ന് നമുക്ക് സാധിക്കും. ഇത് ഒരു ഗുഡ് ന്യൂസ് ആണ്, ഒരു സുവിശേഷമാണ്. നാം പാപം ചെയ്ത് ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്തിയെങ്കിലും ദൈവത്തിൻ്റെ കരുണ നമ്മെ വീണ്ടും ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ സിംഹാസനത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. മകനെ, മകളെ, തിരികെ വരിക. ഞാൻ നിന്റെ ദൈവമായ കർത്താവാണ്. നിന്റെ പാപത്തിൻ്റെ ശക്തിയേക്കാൾ വളരെ വലുതാണ് ദൈവത്തിൻ്റെ കരുണയുടെ ശക്തി. അതിനാൽ ഇന്നീ പ്രഭാതത്തിൽ നാം എത്രയൊക്കെ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും, ദൈവമഹത്വത്തിൽ നിന്ന് അകന്നുപോയി ദൈവമഹത്വം നഷ്ടപ്പെടുത്തിയവരാണ് എങ്കിലും ഇന്ന് കർത്താവിൻ്റെ സുവിശേഷം ഇതാണ്: മകനെ, മകളെ, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ നീ തിരികെ വരിക. നമ്മെ അകറ്റിയ പാപത്തിൻ്റെ അഹന്ത താഴ്ത്തി വെച്ചിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച്, എൻ്റെ കർത്താവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, നിന്റെ കാരുണ്യത്തെ തിരിച്ചറിയുവാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ ഓർത്തു നീതിമാന്മാർക്ക് മാത്രമേ ദൈവസന്നിധിയിൽ കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് ഞാൻ അറിയുന്നു, ഏറ്റവും മഹാപാപിയായ എനിക്ക് പോലും നിന്റെ സന്നിധിയിൽ പ്രവേശനമുണ്ട്. യേശു ക്രിസ്തുവിലൂടെ ഇത് സാധിച്ചു തന്ന പിതാവേ, ഞാൻ നിന്നെ നന്ദിയോടെ ആരാധിക്കുന്നു. ഇന്നീ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഒരുപക്ഷെ അധികം പണം ദുരുപയോഗം ചെയ്ത് തെറ്റായ തീരുമാനങ്ങൾ എടുത്തതിൻ്റെ പ്രകാരം ഇന്ന് പലരും കടബാധ്യതയിൽ ആഴ്ന്നു പോയിട്ടുണ്ട്. എത്ര ശ്രമിച്ചിട്ടും കടത്തിൽ നിന്ന് തിരികെ വരാൻ, കടബാധ്യതയിൽ നിന്ന് തിരികെ വരാൻ സാധിക്കാത്തവരുണ്ട്. ജീവിതം മടുത്തുപോയവരുണ്ട്. നിരാശയിലും ദുഃഖത്തിലും കോപത്തിലും ആയവരുണ്ട്. ഇനി എന്തിനു ജീവിക്കണം? നാളെയെക്കുറിച്ച് ഓർക്കുമ്പോൾ ജീവിതം ആത്മഹത്യയിലേക്ക് പോലും വഴിതെളിക്കുന്ന ചിന്തകൾ നമ്മിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് കർത്താവായ യേശുക്രിസ്തു നിന്നെ വിളിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സിംഹാസനത്തിലേക്ക് നീ തിരികെ വരിക. നിന്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ട്. നിന്റെ പാപത്തിൻ്റെ ഫലം യേശുക്രിസ്തു കുരിശിൽ ഏറ്റെടുത്തിരിക്കുന്നു. നിന്നെ സ്വതന്ത്രമാക്കാൻ, നിന്നെ സുഖപ്പെടുത്താൻ, നിന്നെ മോചിപ്പിക്കാൻ, നിന്നെ രക്ഷിക്കാൻ നിന്റെ രക്ഷകനായ യേശുക്രിസ്തു നിന്റെ അരികിലേക്ക് വന്നു. ഇത് ദൈവത്തിൻ്റെ കാരുണ്യമാണ്. ഇതൊരു സുവിശേഷമാണ്. ഞാൻ എത്രയധികം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയോ അത്രയും കൂടുതൽ വേഗത്തിൽ നീ തിരികെ വരിക. ഒരുപക്ഷെ നാം ഇന്ന് തെറ്റായ ബന്ധങ്ങളിൽ അകപ്പെട്ട് ജീവിതത്തിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയായിരിക്കാം. പാപങ്ങൾ മറച്ചുവെച്ച് പുറമേ മുഖം മൂടി അണിഞ്ഞ് ഒരുപക്ഷെ നാം ജീവിക്കുന്നവരാകാം. സമൂഹത്തിൻ്റെ മുൻപിൽ ഒരു നല്ല സ്ഥാനം ആഗ്രഹിക്കുന്നവരാകാം. സമൂഹത്തിൻ്റെ മുൻപിൽ ഏറ്റവും ഉന്നത സ്ഥാനീയരായിരിക്കാം. എന്നാൽ മകനെ, മകളെ, ദൈവം നിന്റെ ഹൃദയത്തെ അറിയുന്നു. ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാ മുഖം മൂടിയും അഴിച്ചു വെച്ച് എളിമയോടെ വിശ്വസ്തയോടെ കരുണയുടെ സിംഹാസനത്തിന് മുൻപിൽ നമുക്ക്
വീണ്ടും മുട്ടുകുത്താം. നാം പ്രാർത്ഥിക്കാനായി ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ബാർത്തിമേയോസ് പ്രാർത്ഥിച്ചത്, കുരുടനായ ബാർത്തിമേയോസ് പ്രാർത്ഥിച്ചത് നമുക്കും പ്രാർത്ഥിക്കാം. ദാവീദിന്റെ പുത്രനായ ഈശോയെ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഈ പ്രാർത്ഥന ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. ദാവീദിന്റെ പുത്രനായ ഈശോയെ, ഈ പാപിയുടെ മേൽ കരുണയായിരിക്കണമേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഈ പ്രാർത്ഥന ദൈവത്തിലേക്ക്, ദൈവത്തിൻ്റെ കരുണയിലേക്ക് തിരികെ വരുവാൻ നമുക്ക് ആന്തരിക ശക്തി പ്രദാനം ചെയ്യും. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഈ ലോകത്തിൽ നിന്ന് ഒരിക്കലും പാപം ചെയ്ത് ഒരുവന് ദൈവത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതിനാൽ കർത്താവ് പറയുന്നു, നീ എവിടെ പോയി ഒളിക്കും? നീ എവിടെ പോയാലും, ഈ ലോകത്തിൽ ഏത് മുക്കിലും മൂലയിലും പോയാലും, നീ വെള്ളത്തിൻ്റെ അടിയിൽ പോയാലും, നീ ആകാശത്തിൻ്റെ മൂലയിൽ പോയാലും, നീ വൃക്ഷങ്ങളുടെ ഇടയിൽ പോയാലും, ദൈവത്തിൻ്റെ കണ്ണുകൾ 10,000 മടങ്ങ്, സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശക്തിയുള്ള ദൈവത്തിൻ്റെ കണ്ണുകൾ നിന്നെ തേടിയെത്തുന്നു. ആ സ്നേഹം നിന്നെ തേടിയെത്തുന്നു. ആ കാരുണ്യം നിന്നെ പൊതിയുന്നു. അതിനാൽ ഇന്ന് പാപത്തെക്കുറിച്ചുള്ള അവബോധം ഉള്ളപ്പോൾ പാപപരിഹാരത്തെക്കുറിച്ചും കൂടി അവബോധം ഉണ്ടായി ദൈവത്തിലേക്ക് തിരികെ വരിക. ദൈവസന്നിധിയിൽ നീ ജീവൻ കണ്ടെത്തും. നീ നഷ്ടപ്പെടുത്തിയതിൻ്റെ എല്ലാം കോടി ഇരട്ടി കൃപാവരങ്ങൾ, അനുഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ നീ കണ്ടെത്തും. അതിനാൽ തിരികെ വരിക. യേശുക്രിസ്തു നിന്നെ വിളിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു. പിതാവായ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പാപത്തിന്റെ മൂടുപടം എടുത്തു കളഞ്ഞ് ദൈവത്തിന്റെ മഹത്വത്തിന്റെ വസ്ത്രം ധരിച്ച്, വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ച് കർത്താവായ യേശുക്രിസ്തു തിരികെ പിതാവായ ദൈവത്തിന്റെ കരുണയിൽ നിന്നെ ചേർത്തു വെക്കുന്നു. അതിനാൽ നീ ഭാരപ്പെടരുത്. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. നിന്റെ കടബാധ്യതകൾ മാറ്റാൻ, സാമ്പത്തിക ഭദ്രത നൽകാൻ കർത്താവിന് ഒരു നിമിഷം മതി. നിന്റെ എല്ലാ മൂടുപടങ്ങളും എടുത്തു കളഞ്ഞ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അടക്കി വച്ചിരിക്കുന്ന എല്ലാ മൂടുപടങ്ങളും കർത്താവിൻ്റെ കരുണയുടെ മുൻപിൽ അഴിച്ചു വെക്കുക. ദൈവമേ, ബാർത്തിമേയോസിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ദാവീദിന്റെ പുത്രനായ ഈശോയെ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതേ അവസ്ഥയിൽ പാപത്തിന്റെ കുടുക്കിൽ അകപ്പെട്ടു പോയിരിക്കുന്ന ആരെയെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ, കൃപ നഷ്ടപ്പെടുത്തി ദൈവസന്നിധിയിൽ നിന്ന് ഓടിയൊളിച്ചിരിക്കുന്ന ആരെയെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ ഈ പ്രാർത്ഥന അവരുമായി ഷെയർ ചെയ്യണം. ഈ ലോകം മുഴുവൻ നീ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്ത് പ്രയോജനം എന്ന് കർത്താവായ യേശുക്രിസ്തു ചോദിക്കുന്നു. അതിനാൽ നാം നഷ്ടപ്പെടുത്തിയതെല്ലാം കർത്താവ് നമുക്ക് തിരികെ നൽകാൻ പോകുന്നു. ഈ ലോകം തരുന്ന സുഖമല്ല, ഈ ലോകം തരുന്ന മഹത്വമല്ല കർത്താവ് നൽകാൻ പോകുന്നത്. ഈ ലോകത്തിൽ ഇന്ന് നീ കാണുന്നതെല്ലാം മാറ്റപ്പെടും. ആകാശവും ഭൂമിയും മാറ്റപ്പെടും. എന്നാൽ ദൈവത്തിന്റെ വചനം ഒരു നാളും മാറുകയില്ല. ദൈവത്തിന്റെ കാരുണ്യം ഒരു നാളും അസ്തമിക്കുകയില്ല. ദൈവത്തിന്റെ സ്നേഹം ഒരു നാളും നിലച്ചു പോവുകയില്ല. അതിനാൽ ഇന്ന് ഈ പ്രാർത്ഥന ഒരു സുവിശേഷമായി എടുത്ത് ദൈവത്തിൻ്റെ കരുണയുടെ സിംഹാസനത്തിലേക്ക് വിശ്വാസത്തോടെ കടന്നു വരാം. ധൂർത്തപുത്രനെ 2 കൈയും നീട്ടി സ്വീകരിച്ച ആ സ്നേഹവാനായ പിതാവ്, ആ കാരുണ്യവാനായ പിതാവ് ഇന്ന് എന്നെയും നിന്നെയും നോക്കി 2 കരങ്ങൾ വിരിച്ചു പിടിച്ചിരിക്കുന്നു. മകനെ, മകളെ, തിരികെ വരിക. യേശു നിന്നെ വിളിക്കുന്നു. ഇന്ന് നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ബാർത്തിമേയോസിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ദാവീദിന്റെ പുത്രനായ ഈശോയെ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, നിന്റെ സ്നേഹത്തിൻ്റെ കരുണയുടെ സിംഹാസനത്തിലേക്ക് പാപികളായ ഞങ്ങൾ ഓരോരുത്തരും മടങ്ങി വരുന്നു. പിതാവേ, പാപിയായ എന്നെ തേടി വന്ന അങ്ങയുടെ ഏകജാതനായ യേശുക്രിസ്തുവിനെ നീ എൻ്റെ പാപങ്ങൾക്കു വേണ്ടി പരിഹാര ബലിയായി എൻ്റെ അടുത്തേക്ക് അയച്ചു. കൽവരി കുരിശിലെ ഗൊൽഗോഥാ മലയിലെ
കുരിശുമരണത്തിലൂടെ എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് എന്നെ പാത്രനാക്കിയ എൻ്റെ ദൈവമേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. പിതാവേ, എന്നെ കേൾക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ഇപ്പോൾ നിന്റെ കരുണ ചൊരിയണമേ. നിന്റെ കരുണയുടെ സിംഹാസനത്തിൽ നിന്ന് ഈ മക്കളുടെ മേൽ കരുണയും കൃപാവരങ്ങളും അയച്ച് ഇവരുടെ പാപാവസ്ഥയിൽ നിന്ന് ഇവരെ പൂർണ്ണമായി മോചിപ്പിക്കണമേ. ഞങ്ങളുടെ പാപത്തിൻ്റെ ശക്തിയേക്കാൾ എത്രയോ അധികം ശക്തിയുള്ളതാണ് കർത്താവേ, പിതാവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യവും സ്നേഹവും. അതിനാൽ പാപികളായ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ കൃപാവരം കൊണ്ട് നിറച്ച്, നിന്റെ കാരുണ്യം കൊണ്ട് നിറച്ച്, ഈശോയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിച്ച് വീണ്ടും പിതാവായ ദൈവത്തിൻ്റെ കരുണയ്ക്ക് ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ നീ കരുണയുണ്ടാകണമേ. ഇവരുടെ കടബാധ്യതകളുടെ മേൽ നീ കരുണ കാണിക്കണമേ. ഇവരുടെ സാമ്പത്തിക ദുരിതങ്ങളിൽ മേൽ നീ കരുണ കാണിക്കണമേ. കർത്താവെ, സാമ്പത്തിക ദുരിതത്തിൽ അകപ്പെട്ടു പോയ എല്ലാവരെയും ഈ സമയം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, നിനക്കെല്ലാം സാധ്യമാണ്. ഞങ്ങൾക്ക് അസാധ്യമായത്, ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത് നിനക്ക് ഒരു നിമിഷം കൊണ്ട് സാധ്യമാക്കാൻ സാധിക്കും. ഒരു വചനം കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച കർത്താവെ, ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവമേ, ഞങ്ങളുടെ ഈ ഒന്നുമില്ലാത്ത അവസ്ഥയെ, സാമ്പത്തിക ദുരിതത്തിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി മോചിപ്പിച്ച് സാമ്പത്തിക ഭദ്രത നൽകി, ഉയർച്ച നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ കണ്ണുനീർ നീ ഒപ്പണമേ. കടബാധ്യതയിൽ കഴിയുന്ന എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മോചനമുണ്ടാകട്ടെ. കർത്താവിൻ്റെ സമൃദ്ധിയുടെ അനുഗ്രഹം ഇപ്പോൾ തന്നെ നിങ്ങളിൽ ഓരോരുത്തരിലും വന്ന് നിറയട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കടബാധ്യതകൾ വിട്ടുപോകട്ടെ. കടബാധ്യതകളുടെ ദുഷ്ടാത്മാവിനെ യേശു നാമത്തിൽ ഞാൻ ഖണ്ഡിക്കുന്നു. ഈ മക്കളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ നിന്ന്, ബിസിനസ്സിൽ നിന്ന് എല്ലാ കടബാധ്യതകളുടെ ദുരാത്മാവ് എന്നേക്കുമായി വിട്ടുപോകട്ടെ. യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി ഇവരിലേക്ക് നിറയട്ടെ. യേശുവേ, നിന്റെ കാരുണ്യത്തിൻ്റെ സമൃദ്ധി ഇവരിലേക്ക് നിറയട്ടെ. കർത്താവേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്. ജീവന്റെ ദൈവമേ, ഞങ്ങളുടെ ജീവനെ നീ സമൃദ്ധിയാക്കി തരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്നെ കേൾക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ ചെറുതും വലുതുമായ നിയോഗങ്ങളെ പിതാവേ, ഈ സമയം നിന്റെ കരുണയുടെ സിംഹാസനത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, ഇവരുടെ മേൽ കരുണ തോന്നി ഇന്ന് എല്ലാ മേഖലയിലും നിന്റെ കാരുണ്യം അയച്ച് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു ദിവസമായി ഇന്ന് മാറട്ടെ. ഈ പ്രാർത്ഥനയിലൂടെ അനേകരുടെ ജീവിതങ്ങളെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുന്നു. അനേകരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സമൃദ്ധി ചൊരിയപ്പെടുന്നു. അനേകരുടെ കടബാധ്യതകൾ വിട്ടുപോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുന്നു. അനേകരുടെ ബന്ധനാവസ്ഥയിൽ നിന്ന് കർത്താവ് നിങ്ങളെ മോചിപ്പിക്കുന്നു. അനേകരെ സാമ്പത്തിക ഭദ്രത നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അനേകരിൽ നിന്ന് പാപത്തിന്റെ ബന്ധനങ്ങൾ വിട്ടുപോകുന്നു. അഹന്തയുടെ ദുരാത്മാവ് വിട്ടുപോകുന്നു. ദൈവത്തിന്റെ കാരുണ്യത്തിൽ നിന്നും കർത്താവിന്റെ സമൃദ്ധിയിൽ നിന്നും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. യേശു നാമത്തിൽ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പിതാവേ, എപ്പോഴൊക്കെ ഞാൻ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം നീ എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനെ ഓർത്ത്, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം
ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളാലും അവിടുത്തെ കരുണയാൽ കൃപാവരത്താൽ നിങ്ങളെ നിറയ്ക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഇന്ന് അവിടുന്ന് സമൃദ്ധിയായി നൽകട്ടെ. നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾ പോകുന്ന വഴിയിലെല്ലാം ദൈവത്തിൻ്റെ കൃപയും സംരക്ഷണവും കൂടെയുണ്ടാകട്ടെ. നിങ്ങളുടെ ഭവനത്തിലും ഭവനത്തിന് ചുറ്റും നിങ്ങളുടെ യാത്രകളിലും നിങ്ങളുടെ പോക്കിലും വരവിലും എല്ലാം ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ നിങ്ങളെ സംരക്ഷിക്കട്ടെ. നിങ്ങളുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ, നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യണം. അനേകർക്ക് ദൈവകൃപ സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണിത്. അതിനാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.